ഇപ്പം നമ്മൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള പോലെ നമ്മൾ കുറച്ചും കൂടി ഒരു ഫോളോ അപ്പ് ചെയ്ത് ഒരു ടൈമിൽ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ ഒഴിവാക്കാവുന്ന കുറേ രോഗങ്ങളും കുറേ സർജറികളും ഇല്ലേ. എങ്ങനെയാണ് അതിനെ ഡോക്ടറുടെ ഒരു ഒ പി ബേസിസിലോ അല്ലെങ്കിൽ ഡോക്ടറുടെ തിയറട്ടിക്കൽ ആയിട്ടുള്ള ബേസിസിലോ എങ്ങനെയാണ് അതിനൊന്ന് പറയാം? ഇന്നിപ്പോൾ നമ്മുടെ വനിതാ ക്ലിനിക്കിൻ്റെ ഒ പിയിൽ കൂടുതലായിട്ടും ചെറിയ പ്രായത്തിലുള്ള കൗമാരക്കാർ വരാറുണ്ട്, PCOD പോലത്തെ പ്രശ്നങ്ങളായിട്ട്, അല്ലെങ്കിൽ ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരാറുണ്ട്. പിന്നെ ഒരു കോർ ഏജ് എന്ന് പറയുന്നത് ഒരു 20-25 വയസ്സിൻ്റെയും 45 വയസ്സിൻ്റെ ഇടയ്ക്കുള്ള സ്ത്രീകളാണ്. ആ ഒരു പ്രായത്തിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നത് മിക്കവാറും ചികിത്സ കൊണ്ട് മാറ്റിയെടുക്കുന്ന, അല്ലെങ്കിൽ പലപ്പോഴും സർജറികളെയൊക്കെ ഭയന്ന് വരുന്ന പലരും ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി പോലത്തെ അസുഖങ്ങൾക്ക് ഉള്ള ഭാരിച്ച ചെലവുകളെ പേടിച്ച് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എൻക്വയറിക്കൊക്കെ വരുന്നവരുണ്ടാവും. അപ്പോൾ ഈ ഒരു ഏജിൽ കൂടുതലായിട്ടും നമുക്ക് കാണാറുള്ളത് ഓവേറിയൻ സിസ്റ്റ്, ഫൈബ്രോയിഡ്സ്, അഡിനോമയോസിസ് പോലത്തെ അസുഖങ്ങളാണ്. പലപ്പോഴും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ ആയുർവേദത്തിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴത്തേക്കും പലരും ഏറെ വൈകിട്ടുണ്ടാവും. ഒരു സർജറിയൊക്കെ ഒഴിവാക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് പലപ്പോഴും എത്താറുള്ളൂ. അപ്പോഴത്തേക്കും ഒരുപക്ഷെ ഈ സിസ്റ്റ് ആണെങ്കിലും അണ്ടാശയമുഴയാണെങ്കിലും ചിലപ്പോൾ നല്ല വലിപ്പം എത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫൈബ്രോയിഡ് ആവട്ടെ, മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ്സ് ഒരുപാട് വലിപ്പത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും.